അപ്പോൾ നമ്മളിങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നുണ്ട്, അപ്പോൾ ആരാകും മന്ത്രിമാരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് ആരാകും പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യം തന്നെയാണ്. ഇടതുമുന്നണിയുടെ നെടുങ്കോട്ടകൾ പിളർന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുമോ എന്ന കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ നടക്കും. MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ യോഗത്തിൽ വിമർശനമുയരാനുള്ള സാധ്യതയുമുണ്ട്. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു വലിയ കാലഘട്ടം, അതായത് പിണറായി വിജയൻ പാർട്ടിയിൽ സമഗ്രാധിപത്യം പുലർത്തിയ, മറുവാക്കിന് എതിർവാക്കില്ലാതിരുന്ന ഒരു കാലമൊക്കെ മാറി മറ്റൊരു കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ കീഴ്ഘടകങ്ങളിൽ നിന്നും മണികളിൽ നിന്നുമൊക്കെ വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തുടരുന്നത് കൂടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇത്തരം വിമർശനങ്ങൾ കൂടി യോഗത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലേ? അതിൽ ഇനി വിമർശനം ഉയർന്നില്ലെങ്കിൽ എന്താകും ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പാർട്ടിക്കുള്ളിൽ കൂടുതലാണെന്ന് തോന്നുന്നു. അത് വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാതിരുന്നതിന്റെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഉണ്ട്. ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആകെ CPMന്റെ നേതാക്കളിൽ നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം കണ്ടത് ഈ തോൽവി സമ്മതിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ തോൽവി സമ്മതിക്കാറില്ല. വോട്ട് ശതമാനത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് പാർട്ടിയുടെ അടിത്തറ ഇളകിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാവുന്ന ഒരു രീതി CPMന്റെ നേതാക്കന്മാരിൽ നിന്ന്, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നൊക്കെ സാധാരണഗതിയിൽ കാണാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കനത്ത പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിശോധനയിലേക്ക് വരേണ്ടത്. അതിന്റെ കാരണങ്ങൾ പാർട്ടി പരിശോധിക്കുമ്പോൾ 140 മണ്ഡലങ്ങളും പരിശോധിക്കുന്നതിനൊപ്പം തന്നെ കണ്ണൂർ ജില്ല പ്രത്യേകം പരിശോധിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം പാർട്ടി കോട്ടകളുണ്ട്, പാർട്ടിയുടെ നെടുങ്കോട്ടകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അത് ധർമ്മടമായാലും മട്ടന്നൂരായാലും കല്യാശ്ശേരി ആയാലും അങ്ങനെയുള്ള അഴീക്കോടായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പാർട്ടിയുടെ വോട്ട് ഭയങ്കരമായി ചോർന്നു പോയിട്ടുണ്ട്. ആ വോട്ട് ചോർച്ച എന്തുകൊണ്ടുണ്ടായി, തളിപ്പറമ്പിൽ എന്തുകൊണ്ട് തോറ്റു, പയ്യന്നൂരിൽ എന്തുകൊണ്ട് തോറ്റു തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ വിവിധ തരത്തിലുള്ള കാരണങ്ങൾ കണ്ടെടുക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിന് തന്നെ. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എന്തുകൊണ്ട് തോറ്റു എന്നതിനപ്പുറത്തേക്ക് സേഫ് തുടരാം. പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യമായിരിക്കാം ജിൽസി ചോദിക്കാൻ വന്നത്. പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വരാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം 102 പേരുടെ സ്ക്വാഡുമായിട്ടാണ് ഇടതുമുന്നണിയെ നേരിടാൻ വേണ്ടി അവർ വരുന്നത്, UDF വരുന്നത്. സ്വാഭാവികമായിട്ട് ഈ 102 പേരെ നേരിടാൻ വേണ്ടി ഇപ്പുറത്ത് അത്രമേൽ ശക്തനായ ഒരു നേതാവ് വേണം. 3 പേർ BJPയുടെ ആൾക്കാരുമുണ്ട്. അതിനകത്ത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ഗോപകുമാറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് സംസാരിക്കുന്ന ആളാണ് V മുരളീധരൻ. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതൃപദവിയിൽ ഒരു ശക്തനായ നേതാവ് വേണം എന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പിണറായി വിജയനിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹം തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായി ഇടതുമുന്നണിയെ സഭയിൽ നയിക്കണം എന്ന അഭിപ്രായമുള്ളവർ ഉണ്ട്. ഒരു കാരണവശാലും ഞാനില്ല എന്ന നിലപാട് പിണറായി വിജയൻ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ പാർട്ടി പറയും പിണറായി കേൾക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരില്ല. പിണറായി പറയും പാർട്ടി കേൾക്കും എന്ന പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. പക്ഷേ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ VS അച്യുതാനന്ദൻ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദൻ ഉപനേതാവായി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഉപനേതാവ് എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണനാണ് സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫ്ലോറിനകത്ത് നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ പിണറായി വിജയൻ കുറച്ച് പ്രായമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഉപനേതാവ് എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ KN ബാലഗോപാൽ വരും. ഇനി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് KN ബാലഗോപാലിന് തന്നെയാണ്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അല്ലെങ്കിൽ പിന്നെ സജി ചെറിയാനും മുഹമ്മദ് റിയാസ് അങ്ങനെയുള്ള പേരുകളിലേക്ക് പോകും. ആ 2 പേരുകളിലേക്കും വരാനുള്ള സാധ്യത കുറവാണ്. പിണറായി വിജയൻ അല്ലെങ്കിൽ KN ബാലഗോപാൽ എന്നതിൽ ചുറ്റിത്തിരിയുകയാണ് ചെയ്യുന്നത്. എന്തായാലും പരിശോധന പാർട്ടി ഇന്ന് ആരംഭിക്കുകയാണ്. ആ പരിശോധനയിൽ തെറ്റുകൾ കണ്ടെത്തിയാൽ അത് തിരുത്താൻ നേതൃത്വം തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവുകയാണ്. MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ജിൽസി ആ കമന്റുകളൊന്ന് വായിച്ചു ചോദിക്കണം. അത്
കടുത്ത വിമർശനങ്ങൾ, അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിയണം എന്നുള്ള ആവശ്യങ്ങളടക്കം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ CPM അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ, ഒരു പാർലമെന്ററി രംഗത്തെ പരാജയത്തിൻ്റെ പേരിൽ അങ്ങനെ സംസ്ഥാന സെക്രട്ടറി മാറ്റുന്ന ഒരു പതിവ് CPM ഇല്ല. അല്ലെങ്കിൽ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങൾ വേണം. അങ്ങനെ ഒരു റീസൺ CPM ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്രട്ടറി മാറ്റുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ചില തിരുത്തലുകൾ പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. ആ തിരുത്തലുകൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. ജിൽസി, തീർച്ചയായിട്ടും ആ തിരുത്തലുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ നിരവധി ആളുകൾ ആ തിരുത്തലിന് വേണ്ടിയുള്ള ഒരു മുറവിളി കൂട്ടുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളത് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് കൂടി നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഒരു വലിയ തിരുത്തൽ അതിന്റെ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഇന്ന്, അല്ലെങ്കിൽ ഒരു പ്രാഥമിക ചർച്ചകളൊക്കെ ഇന്ന് നടക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സേഫ് സെയിൻ ലാബ്ദീൻ നൽകിയത്.